പക്ഷേ കത്തി കയ്യിലിരുന്ന് വിറച്ചു. ജനിച്ച അന്നു മുതൽ അവൻ കാണിച്ചു കൂട്ടിയ കുസൃതികളൊക്കെ ഓർത്തു. രണ്ട് രീതിയിൽ വേണം സാർ. ആയിക്കോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി. സിനിമ ഗംഭീര വിജയമാവട്ടെ. തുടർന്ന് നമുക്ക് സഹകരിക്കാം. ശരി. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് വന്നോളാം സാർ. ഓക്കെ. ഇനിയും നമുക്ക് സഹകരിക്കണം പോലും. എന്തിന്? പടത്തിന് കാശ് കിട്ടിയാലേ അതങ്ങ് കൊടുത്തു തീർത്താ പോരെ. പിന്നെ ഇവന്റെ ആവശ്യം നമുക്കെന്താ? ഓരോ കൊള്ളപ്പലിശക്കാരെ ഇറങ്ങിയിരിക്കുക. സിനിമയിൽ ഇതുപോലെ പലിശ രീതികളൊക്കെ കാണും. അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാശ് കയ്യിൽ വരട്ടടോ. ഇപ്പൊ ഇയാള് ചെയ്യുന്ന ഈ പണി നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം? മുത്തശ്ശി പറഞ്ഞതാ ശരി. ഒരു പടം ഒന്ന് കൊളുത്തി കിട്ടിയാ മതി. അയാളെ പോലെ ആവാൻ നമുക്കും പറ്റും. സിനിമാ ചരിത്രത്തിലെ ഇങ്ങനെ ഒരുപാട് എഴുതി ചേർക്കാനുണ്ടടി മോളെ. അതിനു വേണ്ടിയല്ലയോ ഞാനും നീയും കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതിയ ഞാൻ അപ്പ വിളിക്കാതിരുന്നെ. ഇന്റർവ്യൂ കഴിഞ്ഞു. എന്റെ റിസൾട്ട് നാളെ വരും. അമ്മേ, ഇതിങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? മുത്തശ്ശി ഉപദ്രവിക്കാനായിട്ട് അയാളുടെ കൈ ഉറന്നെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അയാളുടെ കൈ വിട്ടുകയാണ് വേണ്ടത്. ഇതിന്റെ പേരില് നീ അവനോട് പോയി ബഹളത്തിനൊന്നും നിൽക്കണ്ട. ശരി, ഞാൻ ബഹളത്തിനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് പോലീസിനെ വിളിക്കാമല്ലോ. മോനാണെന്ന് കരുതി അമ്മയെ തല്ലി ചതിക്കാനുള്ള അധികാരമുണ്ടോ? അമ്മയെ മുത്തശ്ശി ഈ അവസ്ഥയിലാക്കിയിട്ട് അയാൾ ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കുക ആ പെണ്ണിന്റെ കൂടെ. മുത്തശ്ശി കണ്ണു തുറക്കട്ടെ. ഒന്നുകിൽ മുത്തശ്ശിയോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനെ ഫോണിൽ കിട്ടി അഭിപ്രായം അറിഞ്ഞിട്ട്. അല്ലാതെ ഒന്നിനെ നിൽക്കണ്ട. അമ്മേ, അമ്മേ കണ്ണു തുറന്നേ. മുത്തശ്ശി, മോനെ. വേണ്ട വേണ്ട, എഴുന്നേക്കണ്ടേ, കിടന്നു. സംസാരിച്ചോളൂ. മുത്തശ്ശി, എഴുന്നേറ്റ് നടക്കണോ? മുത്തശ്ശി കരയല്ലേ. മുത്തശ്ശി കരയിപ്പിക്കരുന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നെ കരയിപ്പിക്കാൻ എന്റെ മക്കളുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. മോനെ വരുണേ, നിന്റെ ചെറിയച്ഛൻ എന്നെ കൊല്ലുന്നത് തന്നെയായിരുന്നു നല്ലത്. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവന് നേരെ കത്തിയെടുത്തത്. നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച അവനെ കൊല്ലണമെന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ കത്തി കയ്യിലിരുന്ന് വിറച്ചു. ജനിച്ച അന്നു മുതൽ അവൻ കാണിച്ചു കൂട്ടിയ കുസൃതികളൊക്കെ ഓർത്തു. അവന് കൊടുത്ത സ്നേഹത്തെ കുറിച്ച് ഓർത്തു. പിന്നെ കൈ പൊങ്ങിയില്ല. പക്ഷേ അവനാ പ്രശ്നമൊന്നുമില്ല. അല്ലേ പത്മിനി? പോട്ടെ അമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അവനിപ്പോ രാജാവല്ലേ. മറ്റാരെയും അവന് മനസ്സിലാവില്ല. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അതെ, ഡോക്ടർ എന്റെ പരിശോധന കഴിഞ്ഞിട്ട് വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് തന്നെ മറന്നേക്ക്. നമുക്ക് വീട്ടിൽ പോവാറായോ എന്ന് ചോദിക്കേ. മുത്തശ്ശി പോവാം. മുത്തശ്ശി തിരക്ക് പിടിക്കില്ലേ? അമ്മ ഞങ്ങളിപ്പോ വരാം. ഉം. വാ. ഡോക്ടർ ഇരിക്കൂ. എന്താ ഡോക്ടർ വരാൻ പറഞ്ഞത്? 1-2 ടെസ്റ്റുകൾ കൂടി ഉണ്ട്, പിന്നെ സ്കാനിങ്ങും. അത് ഇന്ന് തന്നെ ചെയ്യണം. ചെയ്യാം ഡോക്ടർ. ടെസ്റ്റിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ടെസ്റ്റുകൾ ചെയ്തോളൂ ഡോക്ടർ. പണം ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ. പിന്നെ പോലീസ് കേസിന് താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത്? അത് വീടിനകത്ത് നടന്നൊരു സംഭവമില്ല ഡോക്ടർ. ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവ്വം ചോദിക്കണമെന്ന് കരുതുന്ന ഒരാളാ ഞാൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഡോക്ടർ. എന്നാ ശരി. താങ്ക് യു ഡോക്ടർ. വരൺ, പണം എത്രയാവുമെന്ന് ചോദിച്ചില്ലല്ലോ. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. എടോ, സ്കാനിങ്ങും ടെസ്റ്റുകളും എല്ലാം ആയിട്ട് ഒരു 10-20,000 രൂപയെങ്കിലാവും. ഇതിപ്പോൾ ആരോട് ചോദിക്കാം? മോനെ, എന്താ എടാ? ആ, ഒന്നുമില്ലമ്മേ. ഡോക്ടർ 1-2 ടെസ്റ്റുകളും സ്കാനിങ്ങുകളും പറഞ്ഞിട്ടുണ്ട്. കാശില്ല അല്ലേ? അമ്മയുടെ ചികിത്സയ്ക്ക് 10-30,000 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥ. ചന്ദ്രശേഖരൻ ഉദ്ദേശിച്ചത് നടന്നു എന്നുള്ളതിന് വേറെ എന്ത് തെളിവാ വേണ്ടത്? അല്ലേ മോനെ? എന്റെ കഴുത്തിൽ അവസാനമായിട്ട് കിടന്നിരുന്നൊരു മാല അച്ഛന്റെ ചികിത്സയുടെ കാര്യത്തിന് വിറ്റു. ഇതിപ്പോ മുക്കുപണ്ടോ അല്ലേ? പിന്നെ ഇനി എവിടുന്നാ? സൂര്യയെ വിളിച്ചാലും പ്രയോജനമൊന്നുമില്ല. അമ്മ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലേ. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊന്ന് വിളിക്കട്ടെ. ആ, എല്ലാം ശരിയാവും അമ്മേ. അമ്മേ, കരഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നാ മുത്തശ്ശി കാര്യം മനസ്സിലാവും. മുത്തശ്ശി നോക്കാൻ പണത്തിന് ബുദ്ധിമുട്ടാണെന്ന് മുത്തശ്ശി ഒരിക്കലും അറിയാൻ പാടില്ല. അമ്മ അങ്ങോട്ട് ചെല്ല്. ഇതിലിപ്പോൾ നാണക്കേടൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ.